നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനൊന്നും ചെയ്യാൻ പാടില്ല. ഓൾറെഡി കുറെ നാളായി ഞാനിത് സഹിക്കുന്നു. എന്നെ വേണ്ടെങ്കിൽ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത്? സഹിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ? ഒരു സ്ത്രീയല്ലേ ഞാൻ? ഇവള് ഒറ്റ ഒരുത്തി എന്റെ ഭർത്താവിനെ നശിപ്പിക്കുന്നത്. ചന്ദ്ര, വിവരക്കേട് പറയരുത്. താമിണ്ടരുത്. തനിക്കുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരും. ഇന്നങ്ങോട്ട് വരുമല്ലോ, ബാക്കി അവിടെ. ഭാര്യ വേണോ കാമുകി വേണോ തീരുമാനിക്കും സാറേ. എന്നിട്ട് ഒരാളുടെ കൂടെ നിൽക്ക്. വെറുതെ എന്തിനാ രണ്ടു വളത്തിൽ കാല് വെക്കുന്നേ? അങ്ങനെ വെച്ചാലേ കാല് കീറിപ്പോ. സെതു, വണ്ടി എടുക്കപ്പോ. എന്താ മോനെ? അമ്മ തിരക്കിലാണോ? ഇല്ല. എന്താ? ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കിയേ. എന്തേലും കുഴപ്പമുണ്ടോ മോനെ? പലവട്ടം ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത കേട്ടില്ല. അനുഭവിച്ചല്ലേ പറ്റൂ. അമ്മ വീഡിയോ ഒന്ന് കാണും. ആ ശരി മോനെ. ആരാ പാർവതി? ശരത്ത, അവനെന്തോ വീഡിയോ അയച്ചിട്ടുണ്ടെന്ന് കാണാൻ പറഞ്ഞു. എന്നെ വേണ്ടെങ്കിൽ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത്? സഹിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ? ഒരു സ്ത്രീയല്ലേ ഞാൻ? ഇവള് ഒറ്റ ഒരുത്തി എന്റെ ഭർത്താവിനെ നശിപ്പിക്കുന്നത്. അമ്മേ, എന്തോന്നാ പാർവതി നമ്മളീ കാണുന്നേ? ഇങ്ങനെ ഒരു നാണക്കേട് വരുത്തി വെച്ചല്ലോ അവള്. പറഞ്ഞു കേക്കണ്ടേ അമ്മേ? അവൾ എന്ത് പറഞ്ഞാലും അത് വേദവാക്യൊന്നും വിചാരിച്ചിരിക്കല്ലേ ഇവിടെ ചിലര്. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഇത് ആളുകൾ മുഴുവനും കാണില്ലേ? നാണക്കേടുണ്ടാവില്ലേ? അതെങ്ങനെ സഹിക്കും പാർവതി? ഇനി ഒരു ചർച്ചയില്ല. ഇനി അവളെ ഈ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമില്ല. പുകഞ്ഞ കൊള്ളിപ്പുറത്ത്. ഇനി അവളെ ഈ വീടിന് വേണ്ട. എവിടെയെങ്കിലും പോട്ടെ, നശൂലം പിടിച്ചവള്. ഇത്രയും ധൈര്യം പാടില്ല ആർക്കും. സിദ്ധുവിനെ മറക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ എന്തിനാ പിന്നെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നേ? അവനെ അങ്ങ് കെട്ടിയാ പോരായിരുന്നോ? ആ ചന്ദ്രമോളി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഞാൻ അവളുടെ കൂടെയാ. ഞാനും. ശരത്തെ, കണ്ടോ അമ്മേ? കണ്ടു. നിനക്കിത് എവിടുന്നാ കിട്ടിയത്? അതാ ദൈവം ഉണ്ടെന്ന് പറയുന്നത്. എന്റെ മുമ്പിലാ ഇങ്ങനെയൊക്കെ നടന്നത്. ആ പിന്നെ തൽക്കാലം ഈ വീഡിയോയെ കുറിച്ച് ആരോടും പറയണ്ട. ഇതിന്റെ നാണക്കേട് നമുക്കൂടെ. എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ മാത്രം ഇത് പുറത്തെടുത്താൽ മതി. ശരി മോനെ. കുടുംബസ്നേഹം ഉള്ളവനാ ശരത്ത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ വീഡിയോ നാട് മുഴുവൻ പടർത്തി നാറ്റിച്ചേനെ. അവൻ ഇതാരും അറിയരുതെന്നുണ്ട്. വീഡിയോയെ കുറിച്ച് ഞാനൊരു അക്ഷരം മിണ്ടില്ല.
പക്ഷേ അവളെ ഞാൻ ഇവിടുന്ന് തെറിപ്പിക്കും. അതുറപ്പാ. കഴിക്കുമോളെ? ഇതും കൂടി മതി. അത് പറഞ്ഞ പറ്റില്ല. കഴിക്കുമോളെ, വേഗം വലിയ കുട്ടിയാവണ്ടേ. ദാ, ഇതുകൂടി കഴിക്ക. കഴിക്ക. ഇതിനാണോ നീ മോളെ ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്? നിനക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്? അതിനിപ്പോ എന്ത് സംഭവിച്ചെന്നാ ഡാഡി പറയുന്നത്? ശ്രുതിമോളും കാഞ്ചനയും തമ്മിൽ അടുപ്പമുണ്ടാകാൻ പാടില്ല. അത് അപകടമാണ്. അതെന്താ ഏട്ടാ അങ്ങനെ പറഞ്ഞേ? ബന്ധമൊന്നും നോക്കണ്ട. ഞാനൊരു അപരിചിത. എന്നാലും ഞാൻ കുട്ടിയെ നോക്കിയാൽ എന്താ? എനിക്കത് ഇഷ്ടമല്ല. അതിന്റെ കാരണോ ഞാൻ ചോദിച്ചേ? അതറിയണോ നിനക്ക്? കാരണം നിനക്കറിയണോ? വെറുതെ ഡാഡി പ്രശ്നം ഉണ്ടാക്കണ്ട. വഴക്കിനൊന്നും നിക്കണ്ട അപ്പച്ചി. ഡാഡിയുടെ സ്വഭാവം അറിയാലോ. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കുറെ നാളായി സഹിക്കാൻ തുടങ്ങിയിട്ട്. ശരിയാ, ഈ എന്റെ മോനൊരു തെറ്റ് ചെയ്തു. അതിന് ഇത്രയും കുറ്റം പറയണോ? എങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റം, എന്ത് ചെയ്താലും കുറ്റം. അതിന് മാത്രം പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മര്യാദക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം. അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്തു ചെയ്യും? ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട ഏട്ടാ. നമുക്കിടയിൽ മാത്രം കിടന്നിരുന്ന ഈ രഹസ്യം അങ്ങാടിപ്പാട്ടായാലുള്ള അവസ്ഥ എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വെറുതെ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പൊ എന്നെയും കുടുംബത്തെയും നാറ്റിക്കണം, അതാ നിന്റെ ആഗ്രഹം? എന്നല്ല ഞാൻ പറഞ്ഞത്. ഏട്ടന്റെ ഈ കുത്തുവാക്കുകൾ നിർത്തിയില്ലെങ്കിൽ പലതും ഞാനങ്ങ് ചെയ്തു പോകും. അതൊന്ന് ഓർമ്മിപ്പിച്ചതാ. തെറ്റിയാത്ത മനുഷ്യരൊന്നുമില്ലല്ലോ. ഏട്ടന് പറ്റിയിട്ടില്ലേ? എന്നുവെച്ച് 24 മണിക്കൂറും അവരെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണോ വേണ്ടത്? നമുക്കെല്ലാം മതിയാക്കായിട്ട. എടഞ്ഞ ഞാനും മഹാമോശം. ഒരേ ചോരയാ നമ്മുടെ രണ്ടുപേരുടെയും ദേഹത്തൂടെ ഓടുന്നതെന്ന് ഓർമ്മ വേണം. ഡാഡിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ?